സംസാരിക്കുന്നത് ആൽഫ പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആൽഫ പാർട്ടിക്കിൾസ് 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ചേർന്ന ഒരു ആറ്റത്തിന്റെ കേന്ദ്രീയ രൂപമാണ്. അതായത് ഇവ ഹീലിയം ആറ്റത്തിന്റെ ന്യൂക്ലിയസിനോട് സമാനമാണ്, പക്ഷേ സ്വതന്ത്രമായി ചലിക്കുന്നു. ആൽഫ പാർട്ടിക്കിൾസ് പൊതുരൂപത്തിൽ റേഡിയോ ആക്റ്റീവ് ഡിക്കേയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചില വസ്തുക്കൾ അവയുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് തകരുമ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് പുറത്തുവിട്ട് പുതിയ ആറ്റം രൂപപ്പെടുത്തുന്നു. ആൽഫ പാർട്ടിക്കിൾസിന് വലിയ മാസും പോസിറ്റീവ് ചാർജും ഉള്ളതിനാൽ അവയ്ക്ക് എളുപ്പത്തിൽ ഹവാദ്രവ്യങ്ങൾ കടക്കാൻ കഴിയും. ഇത് സുരക്ഷിതത്വത്തിൽ അതിവിശേഷമായ ഒരു ഘടകമാണ്. ശാസ്ത്രത്തിൽ ആൽഫ പാർട്ടിക്കിൾസ് പ്രധാനമാണ്. അവ റേഡിയോ ആക്ടിവിറ്റി, അണുവികിരണം, ക്യാൻസർ ചികിത്സ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ആൽഫ പാർട്ടിക്കിൾ പരീക്ഷണങ്ങൾ ക്വാണ്ടം ഫിസിക്സിനും ന്യൂക്ലിയർ ഫിസിക്സിനും വഴിവെക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ആൽഫ പാർട്ടിക്കിൾ നമ്മെ പഠിപ്പിക്കുന്നത് ആറ്റങ്ങൾ മാത്രമല്ല, അവയുടെ ചലനവും ഡിക്കേ പ്രക്രിയകളും നമ്മുടെ ചുറ്റുമുള്ള ഭൗതിക ലോകത്തെ നിർണ്ണയിക്കുന്നതിൽ എത്ര പ്രധാനമാണ്.